ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഇത് കേൾക്കുന്നവരും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ആരാധനക്രമം എടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ അത്താഴ ശുശ്രൂഷ ക്രമത്തിലെ അത്താഴ ശുശ്രൂഷയ്ക്കുള്ള ഭാഗങ്ങളെ മാറ്റി മറ്റ് ക്രമങ്ങളാണ്. എല്ലാവരെയും ഈ ആരാധനയിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്റെ രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ലിത്താനി. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. അറുക്കപ്പെട്ടവനെ, നീ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ. കർത്താവ് പറഞ്ഞ പ്രകാരനായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമാധായ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിലും സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കേണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം
വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവകൃപ അന്വേഷിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിന്റെ ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയവും ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മേനെ ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. ഈ വിശുദ്ധ ദിവസത്തേക്കായി നിശ്ചയിക്കുന്ന ഒന്നാം പാഠഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സസ് ഫ്രം 10 to 17. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കും. ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. മോശെ യഹോവയുടെ കർത്താവേ, മുമ്പ് തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിനെ യഹോവ അവനോട്,
മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടിനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളിച്ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലെയും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളിച്ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്കു പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടി ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായിയായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ഇങ്ങനെ ഇവിടെ ഒന്നാം പാഠഭാഗം വായിച്ച് അവസാനിച്ചു. The Ten Commandments. God spoke all these words, saying, I am the Lord your God. You shall have no other God before me. You shall not make for yourself a graven image, or any likeness of anything that is in heaven above, or that is in the earth beneath, or that is in the water under the earth. You shall not bow down to them or serve them. You shall not take the name of the Lord your God in vain. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work. But the 7th day is a Sabbath to the Lord your God. Honor your father and your mother. You shall not kill. You shall not commit adultery. You shall not steal. You shall not bear false witness. You shall not covet. Altogether, Lord, have mercy upon us and incline our hearts to keep this law. പ്രത്യേക സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 37 നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. സാം 37. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനും ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. ചേർന്ന് വായിക്കാം. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗ്ഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളോടി വില്ലുകുലച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. First Corinthians chapter 13, 1 to 13. If I speak in the tongues of men and of angels, but have not love, I am only a resounding gong or a clanging cymbal. If I have the gift of prophecy and can fathom all mysteries and all knowledge, and if I have a faith that I can move mountains, but have not love, I am nothing. If I give all I possess to the poor and surrender my body to the flames, but have not love, I gain nothing. Love is patient,
Love is kind. It does not envy. It does not boast. It is not proud. It is not rude. It is not self-seeking. It is not easily angered. It is keeping no record of wrongs. Love does not delight in evil but rejoices with the truth. It always protests, always trusts, always hopes, always preserves. Love never fails, but where there are professors, they will cease. Where there are tongues, they will be still. Where there is knowledge, it will pass away. For we know in part and we prophesy in part. But when perfection comes, the imperfect disappears. When I was a child, I talked like a child, I thought like a child, I reasoned like a child. When I become a man, I put childish ways behind me. Now we see but a poor reflection as in a mirror. Then we shall see face to face. Now I know in part, then I shall now know fully, even as I am fully known. And now these three remain faithful, hope and love, but the greatest of these is love. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 12 1 to 10. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ മൂന്നാം സ്വർഗത്തോളോ എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസായോളോ എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണേണ്ടതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു ഇരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവ, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇപ്രകാരം പാഠം അവസാനിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ. Gospel according to St. John chapter 5
വേഴ്സസ് 1 to 9. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടിൻ വാതിൽക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ എന്ത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 വർഷം രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇങ്ങനെ സുവിശേഷ വേദഭാഗം വായിച്ചു അവസാനിക്കും. പ്രത്യേക അപേക്ഷ മാനസിക ശാരീരിക വ്യത്യസ്തരും സാന്ത്വന ചികിത്സയിലുള്ളവരും വ്യത്യസ്ത കഴിവുകളുള്ളവർ, ജീവിത നിർമ്മലത, നീതി ഇഷ്ടപ്പെടുകയും എല്ലാ ജീവനെയും കൃപയാൽ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, സാന്ത്വന ചികിത്സ വിധേയർക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കുവാൻ ബലഹീനർ, ഉപദ്രവിക്കപ്പെടുന്നവർ, പീഡിക്കപ്പെടുന്നവർ, നിന്ദിതർ എന്നിവിടെ മേൽ നിന്റെ കൃപയെ ചൊരിയുകയും അങ്ങനെയുള്ളവരോട് ദയാമാനസരായിരിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അവിടത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ: ഡോക്ടറേഷ് മിസ്സിസ് ഓസാമ ഡാനിയൽ, മിസ്സിസ് ഗീതാ മോഹൻ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. മിസ്സിസ് വിജി പ്രകാശ്, ഉമ്മൻ അങ്കിൾ, മിസ്സിസ് ലളിത ഉമ്മൻ. നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ജീവന്റെ ഉറവിടമായ, ജീവന്റെ ആധാരമായ ഞങ്ങളുടെ ദൈവമേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും പകരണമേ. പ്രവേശിക്കുന്ന വർഷം പ്രത്യാശയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിനായ ദൈവത്തിന് സ്തോത്രം പറയുന്നു. വീണ്ടും അവിടുത്തെ കൃപയും പരിപാലനവും അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. വിശേഷാൽ വിജി പ്രകാശിനെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ മോളോട് മനസ്സലിയണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഇരുന്ന് നൽകിയ എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. തുറന്നും സൗഖ്യപ്പെടുത്തുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മനങ്കിളിനെയും തന്റെ സഹധർമ്മിണി ലളിത ഉമ്മനെയും ഞങ്ങൾ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ആശ്വസിപ്പിക്കുന്ന സൗഖ്യത്തിന്റെ കരം, ബലപ്പെടുത്തുന്ന അവിടത്തെ കൃപ അവിടുത്തെ മക്കളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായം ചെന്ന മാതാപിതാക്കളെയും രോഗത്താൽ കിടക്കയിലായിരിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആശ്രയ, ആശാഭവൻ, ലിസ ഹോം, പാലേറ്റീവ് സെന്റേഴ്സ്, പോളിയ ഹോം, ഹോം ഫോർ ദ ബ്ലൈൻഡ്, ഇങ്ങനെയുള്ള ആതുര പ്രവൃത്തി ചെയ്യുന്ന എല്ലാ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും ആശ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഇങ്ങനെയുള്ളവരോട് കൂടെ വസിക്കുന്നത് കൊണ്ടും അവരെ ബലപ്പെടുത്തുന്നത് കൊണ്ടും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയുടെ ആധിക്യത്താൽ പല വ്യക്തികളും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ദയാകടാക്ഷം ഞങ്ങളിലുണ്ടായി, മനസ്സിലുണ്ടായി അങ്ങ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാവരെയും അവിടുത്തെ കരത്തിലേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പാറയും വീണ്ടെടുക്കുവാനുമാകുന്നല്ലോ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷിക ശബ്ദം കേട്ട് മരവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ സ്വർഗീയ ശബ്ദത്താൽ സാന്ത്വനപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം മാനസിക ശാരീരിക വ്യത്യസ്തരും സാന്ത്വന ചികിത്സയിലുള്ളവരും വ്യത്യസ്ത കഴിവുള്ളവരും അവരുടെ ജീവിത നിർമ്മലതയും. മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് ആൻഡ് പാലിയേറ്റീവ് പേഷ്യൻസ്. ഇത് വളരെ വലുതായ ഒരു വിഷയമാണ്. ഇതിന്റെ ഒരു ചെറിയ അംശം മാത്രമേ നമുക്ക് ഇന്നത്തെ ചിന്തയിൽ പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച മുതിർന്നവരെ കുറിച്ചുള്ള അവിടെ ഫലസമൃദ്ധി എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അവർ അനുഭവിക്കുന്ന ക്ലേശതകളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിൽ ബ്രെയിൻ സംബന്ധിച്ച രോഗങ്ങളും മറ്റ് വൈകല്യങ്ങളും എന്ന ചിന്ത ഞാൻ അല്പം പരാമർശിച്ചു. അതിലെ പാഠങ്ങൾ ഇന്നത്തെ ചിന്തകളിൽ പൂരകമായിരിക്കുന്നു. ആവശ്യമെന്നാൽ നിങ്ങൾക്ക് ആ ഭാഗം യൂട്യൂബിൽ നിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ശേഷിക്കുറവിന്റെ അവ്യക്തതയാണ് ഇവിടെ പ്രധാനമായി നാം അറിയേണ്ട വിഷയം. ആശയം കൈമാറുന്നതിലുള്ള താമസം, ചിലപ്പോൾ ആലോചനയില്ലാതെ അതിവേഗത്തിലുള്ള പ്രവൃത്തി, മാനസിക ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം ശരിയായും സാധാരണമായും പ്രവർത്തിക്കുവാനുള്ള ശേഷിക്കുറവ്, കാഴ്ചക്കുറവ്, ചിലപ്പോൾ ഭാഗികമായ കാഴ്ച, ഒട്ടും കാഴ്ചയില്ലായ്മ, കേൾവി കുറവ്, കേൾവിയിൽ അവ്യക്തത,
ഒട്ടും കേൾവിയില്ലായ്മ, നടക്കാൻ കഴിയുന്നില്ല, മുടന്തൽ, സംസാരം വ്യക്തമല്ല, സംസാരം ശരിക്ക് പുറത്തു വരുന്നില്ല, മൂക്കിൽ കൂടെ ശബ്ദം വരുന്നു, വിക്കുന്നു, നോർമാലിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു. എന്നാൽ ഇതിൽ ചുഴലി പോലുള്ള മറ്റു രോഗങ്ങളെ പൈശാചിക രോഗങ്ങളായും ചിന്തിക്കുന്നു. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാമെങ്കിൽ ഇങ്ങനെയാണ്: someone who is physically challenged with a problem with their body that make it difficult for them to do things that other people can do easily. മറ്റുള്ളവർ എളുപ്പമായി ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ളവർക്ക് എളുപ്പമായി ചെയ്യുവാൻ സാധിക്കുന്നില്ല. ചില കേസുകളിൽ വൈകല്യങ്ങളുള്ളവർ ആരോഗ്യമുള്ളവരെക്കാളും ഉയർന്ന റെക്കോർഡ് നേടിയതായും നാം മനസ്സിലാക്കുന്നു. കായികം, സംഗീതം, പഠനം, ബുദ്ധിപരമായ രംഗത്ത് വളരെ ശ്രദ്ധ പതിപ്പിച്ച വ്യക്തികളും ഇന്ന് ലോകത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് അല്പമായി അറിയാനായി ഞാൻ ഇന്റർനെറ്റിലൂടെ ഒരു സെർച്ച് നടത്തി. അതിൽ എനിക്ക് ലഭ്യമായത് 16 famous Indians with disabilities who inspire us every day എന്ന ഹെഡിങ്ങോടുകൂടി 16 പേരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 3-4 പേര് ഞാൻ പറയാം. സുധ ചന്ദ്രൻ, ആക്ട്രസ് ആൻഡ് ക്ലാസിക്കൽ ഡാൻസർ. കാല് മുറിച്ചതാണ്, അമ്പ്യൂട്ട് ചെയ്തതാണ്. എന്നാൽ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീ, അവർ കേരളത്തുകാരിയും കൂടെയാണ്. അന്ധനായ ജെയിൻ, നോട്ടറ്റ് മ്യൂസിക് ഡയറക്ടർ. അതുപോലെ ട്രെയിൻ ആക്സിഡന്റിൽ കാർ നഷ്ടപ്പെട്ട ഗിരീഷ് ശർമ്മ, ബാഡ്മിന്റന്റെ ചാമ്പ്യൻ. എച്ച് രാമകൃഷ്ണൻ, പോളിയോ ബാധിച്ച മനുഷ്യൻ. അദ്ദേഹം SS മ്യൂസിക് ടെലിവിഷന്റെ ചാനലിൽ CEO ആയിരിക്കുന്നു. അത് നിങ്ങൾ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇങ്ങനെ കൈയില്ലാത്തതിനാൽ കാലുകൊണ്ട് ആഹാരമെടുത്ത് ഭക്ഷിക്കുക, കാലില്ലാത്തതിനാൽ കൈകൊണ്ട് കാർ ഓടിക്കുക, മാത്രമല്ല കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് ഓട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുക, ജയിക്കുക, കണ്ണുകളില്ലെങ്കിലും വേഗത്തിൽ ടൈപ്പ് ചെയ്യുക, കാലുകൊണ്ട് ചിത്രം വരയ്ക്കുക, കാലുകൊണ്ട് ആഹാരം ഭക്ഷിക്കുക, വിരൽ നഷ്ടപ്പെട്ട കൈകൊണ്ട് ഓർഗൻ വായിക്കുക, പിയാനോ വായിക്കുക, 2 കാലും 2 തലയും മാത്രമുള്ള ആ മനുഷ്യർ സ്കൂട്ടർ ഓടിക്കുന്നു. മാത്രമല്ല നല്ല ജിംനാസ്റ്റിക് ആയിട്ടുള്ള നല്ല താരങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥയെ മോശമെന്നോ തെറ്റെന്നോ ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കുന്നില്ല. അവരോട് നമ്മൾ കരുണയുള്ളവരും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടവരും ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ധർമ്മമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വൈകല്യങ്ങൾ ജന്മനായും പിന്നെ ജീവിത സാഹചര്യങ്ങളിലും വന്നു ഭവിക്കുന്ന ഒന്നാണ്. ചിലത് പരിചരണങ്ങളാൽ തുലനം ചെയ്യുവാൻ, ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നു. ചിലത് തീർത്തും പരസഹായത്താൽ ജീവൻ നിലനിർത്താൻ മാത്രം കഴിയുന്നതാണ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ 10% പേർ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളവരാണെന്ന് അറിയുന്നു. ഈസ്റ്റ് പരേഡ് മലയാള സഭ നടത്തുന്ന ലിംഗരാജപുരത്തിലെ ആശ്രയയും ഡോക്ടർ മോളി എബ്രഹാം കൊച്ചമ്മ നടത്തുന്ന ലിസ ഹോമം നമുക്ക് പരിചയമുള്ളതാണ്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടും അവിടുത്തെ ശുശ്രൂഷയിൽ പലപ്പോഴും നമ്മൾ ഭാഗമായി തീർന്നത് കൊണ്ടും കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തുവാൻ കൂടുതലായിട്ട് സാധിക്കുന്നു. ഈ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങളും മറ്റ് അനേക സ്ഥാപനങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും നടത്തുന്നു. ഇതിൽ പല സ്ഥാപനങ്ങളും സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. എന്നാൽ ചില സ്ഥാപനങ്ങൾ വ്യക്തികളും നടത്തുന്നതായി കേൾക്കുന്നു.
എന്നാൽ സേവനത്തിന്റെ പേരിൽ പലതരത്തിലുള്ള സാമ്പത്തിക തിരിമറികൾ നടക്കുന്നതായും നാം അറിയുന്നു. അക്കാര്യങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവസന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും, ഇത്തരത്തിലുള്ളവർക്കും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇങ്ങനെയുള്ള ആളുകളോടുള്ള ദൈവത്തിന്റെ മനസ്ഥിതി, ദൈവത്തിന്റെ മനസ്സ് എന്താണെന്ന് വിളിച്ച് പറയുന്നതാണ് യേശുക്രിസ്തുവിന്റെ നസ്രയത്ത് മാനിഫെസ്റ്റോ. ലൂക്കോസ് സുവിശേഷകൻ 4-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകനിൽ നിന്ന് 61-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് അത് ലഭിച്ചതാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ദരിദ്രർ, അംഗഹീനർ, കുരുടർ, മുടന്തർ, രോഗികൾ, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ, ഇങ്ങനെ ഇവർക്കെല്ലാവർക്കും ദൈവരാജ്യത്തിന്റെ മുഖ്യധാരയിൽ പങ്കാളിത്തവും സംരക്ഷണവും കരുതലും നൽകുന്നു എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ നിന്ന്, മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പലതരത്തിലുള്ള ചിന്തകൾ പൂർവ്വകാലത്തുണ്ടായിരുന്നു. ശാപം നിമിത്തമാണ് സംഭവിച്ചത്. മാത്രമല്ല, ഇത് ദൈവത്തിന്റെ കോപമാണ്, ബാധയുടെ ഉപദ്രവമാണ്, ഇത് ദുർവിധിയാണ്, ദുർശകുനമാണ്, പൂർവികന്മാരുടെ പാപമാണ്, അല്ലെങ്കിൽ ഈ രോഗത്തിന് വിധേയമായ വ്യക്തിയുടെ പാപമാണ്, ജന്മപാപമാണ് എന്നൊക്കെ തുടങ്ങി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പൂർവ്വകാലത്ത് ആളുകൾ വച്ച് പുലർത്തിയിരുന്നു. എന്നാൽ ഇക്കാലത്തും അത്തരക്കാർ ഉണ്ട് എന്ന് വേണം കരുതുവാൻ. വസ്തുതകൾ പോസിറ്റീവായി ചിന്തിച്ച് ജീവിതം അതിജീവിച്ച ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നും പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാനായി സാധിക്കും. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളാണല്ലോ ഇന്ന് നമ്മൾ പഴയ നിയമമായി ചിന്തിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. മോശ ദൈവത്തെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുവാനായി ദൈവം മോശയോട് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ മോശ തന്റെ ബലഹീനതകൾ ഓർത്ത് ദൈവത്തോട് പറയുന്നു, ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന യാഥാർത്ഥ്യം ദൈവത്തോട് വെളിപ്പെടുത്തി. ആ സമയത്ത് ദൈവം നൽകുന്ന മറുപടി, ഇത്തരത്തിലുള്ള ആളുകളോടുള്ള ദൈവത്തിന്റെ വീക്ഷണം, ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വായിച്ചെടുക്കുവാനായി, ഗ്രഹിച്ചെടുക്കുവാനായി സാധിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ച ഉള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ എന്ന് പറയുന്നു. എന്നിട്ട് ദൈവം അവനോട് സംസാരിക്കുന്നു, നീ ചെല്ലുക, നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ മോശ വീണ്ടും ആ വിളിയെ തിരസ്കരിക്കുന്നു. ഇങ്ങനെ പറയുന്നു, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ദ ആംഗർ ഓഫ് ദ ലോർഡ് കിൻഡിൽ അഗൈൻസ്റ്റ് ഹിം. യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു എന്നാണ് നാം വായിക്കുന്നത്. വീണ്ടും ദൈവം സംസാരിക്കുന്നു, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും ഇരിക്കും. നിനക്ക് പകരം അഹരോൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു. അവൻ നിനക്ക് വായായിരിക്കും. നിന്റെ സ്പോക്സ്മാനാണ്. ഇന്നത്തെ ചിന്തയിൽ പാർട്ടിയുടെ സ്പോക്സ്മാൻ എന്നതുപോലെ മോശയുടെ സ്പോക്സ്മാനായി ദൈവം അഹരോനെ നിയമിക്കുന്നു. ഈ പാഠത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? സംസാരശേഷിയില്ലാത്തവരുടെ
കേൾവിയില്ലാത്തവർക്ക് വേണ്ടി കേൾക്കുന്നവരായും കൈകാലുകൾ ഇല്ലാത്തവർക്ക് വേണ്ടി അവരുടെ കൈകളായും പ്രവർത്തിക്കുവാൻ ഉള്ള പ്രേരണയാണ് ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ വേദഭാഗത്ത് ഇല്ല എങ്കിലും മറ്റൊരു ഉദാഹരണം കൂടെ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായി ശ്രമിക്കുന്നു. യോനാഥാന്റെയും ശൗലിന്റെയും മരണവാർത്ത അറിഞ്ഞ യോനാഥാന്റെ ജോലിക്കാരി 5 വയസ്സുള്ള അദ്ദേഹത്തിന്റെ പുത്രന് മെഫീബോശത്തിനെ പ്രാണരക്ഷാർത്ഥം എടുത്തുകൊണ്ട് ഓടുന്നു. വഴിയിൽ വെച്ച് വീഴുന്നു. വീഴ്ചയിൽ മെഫീബോശത്തിന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു, 2 കാലുകളും മുടന്തിപ്പോയി എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കും. 2 ശമൂവേൽ 4:4. ദാവീദ് ഭരണമേറ്റപ്പോൾ ശൗലിന്റെ ഭവനത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സീബ എന്ന ജോലിക്കാരനോട് അന്വേഷിച്ചു. അവനിൽ നിന്ന് 2 കാലും മുടന്തനായ മെഫീബോശത്തിനെ കുറിച്ച് അറിഞ്ഞു. അവന്റെ ശ്രമഫലമായി യോനാഥാന്റെ മകനെ കൊണ്ടുവരികയും ദാവീദ് അവനോട് ദയ കാണിക്കുകയും അവന്റെ നിലം മടക്കി കൊടുക്കുകയും രാജകീയ ഭോജനം നൽകി പരിപാലിക്കുകയും ചെയ്തതായിട്ട് 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 13 വരെ നമ്മൾ വായിക്കുന്നു. അവന് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. ഇളയ മകൻ മീഖ എന്ന് അറിയപ്പെട്ടു. മെഫീബോശത്ത് പറയുന്നത്, ചത്ത നായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ എന്തുള്ളൂ എന്നാണ്. 9-ാം വാക്യത്തിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2 ശമൂവേൽ 9:3 വായിക്കുമ്പോൾ ദാവീദ് മെഫീബോശത്തിന് കാണിച്ചത് ദൈവത്തിന്റെ ദയയാണ്. 9-ന്റെ 1-ാം വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളോട് നാം സമീപിക്കുമ്പോൾ 2 തരത്തിലുള്ള ദയ, മനുഷ്യന്റെ ഭാഗത്തു നിന്നും മനുഷ്യഭാഗത്തു നിന്നും ദൈവഭാഗത്തു നിന്നുള്ള ദയ നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിരിക്കും, ഒന്ന് മനുഷ്യത്വപരമായി പെരുമാറിക്കൂടെ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിരിക്കും, ഇതാണോ നിങ്ങൾ കാണിക്കുന്ന ദൈവിക നീതിയും ദൈവിക സ്നേഹവും എന്ന്. 17 വർഷത്തിനിടയിൽ 6 കൊലപാതകം നടത്തിയ ജോളി ധ്യാനം മുടക്കിയിട്ടില്ല, കുർബാന മുടക്കിയിട്ടില്ല, വേദപഠന ക്ലാസ് മുടക്കിയിട്ടില്ല. സ്വത്തിന് വേണ്ടി കൊലപാതകം നടത്തിയ സ്ത്രീ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഭാര്യയെ കൊന്ന് അവളുടെ വസ്തുവും സ്വർണവും തട്ടിയെടുക്കുവാനായി ശ്രമിച്ച യുവാവിനെ കുറിച്ചും നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതാ ദാവീദ് യോനാഥാന്റെ അവകാശം മുടന്തനായ മെഫീബോശത്തിന് മടക്കിക്കൊടുത്ത് ദൈവസ്നേഹവും ദയയും നീതിയും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗത്ത് പൗലൂസിന്റെ ആശ്ചര്യകരമായ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. തോൺ ഇൻ ദ ഫ്ലഷ് എന്ന ആംഗലേയ ഭാഷയിലും മലയാളത്തിൽ ജഡത്തിന്റെ ശൂലമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ വെളിപ്പാടുകളാൽ നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹപൂർണരായിരിക്കുന്ന പൗലൂസ് ഈ രോഗം, ഈ ശൂലം തന്നിൽ നിന്ന് മാറുന്നതിലേക്ക് വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഉത്തരമോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 12:9. പല സമയത്തും ഇത്തരത്തിലുള്ള ബലഹീനതകൾ പൂർണ്ണമായി മാറുവാനായി നാം ആഗ്രഹിക്കുമ്പോൾ അത് സുഖപ്പെടണമെന്നില്ല. ആ ബലഹീനതയിലൂടെ, മോശയ്ക്കുണ്ടായ തടിച്ച നാവിലൂടെ, അതുപോലെ ഇവിടെ പൗലൂസിനുണ്ടായ ഈ ശൂലത്തിലൂടെ താൻ ജീവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ബോധ്യവും ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. പൗലൂസിനുണ്ടായ രോഗം എന്താണെന്ന് ശരിക്കും വ്യക്തമല്ല. ധാരാളം നിഗമനങ്ങൾ ചിന്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്ന പദം സ്കെലപ്സ് എന്നാണ്. ഇതിന്റെ അർത്ഥം തോൺ എന്നാണ് പറയുന്നുവെങ്കിലും സ്റ്റേക്ക് എന്നാണ്. അതിന്റെ ആശയം ബേണിംഗ്, നീറ്റൽ, അഴൽ,
മുള്ളുപോലെ കുത്തുന്ന അവസ്ഥ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ചില ആളുകൾ പറയുന്നത്. കൽവിൻ പറയുന്നത് ഇത് ആത്മീയമായ ശോധനയാണ്, സ്പിരിച്വൽ ടെംപ്ടേഷൻ കൊണ്ടുള്ള ആ ശോധനയാണ് പൗലോസ് അനുഭവിച്ചത്. ലൂതർ പറയുന്നു കാർമൽ ടെംപ്ടേഷൻ, സെക്സ് സംബന്ധമായ ജഡികമായ ആസക്തി, ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ ഇച്ഛിക്കാത്ത തിന്മ, സേവേജ് പെയിൻ, പിശാച് കൊടുക്കുന്നതായ വേദന, പരീക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വീണ്ടും പറയുന്നു ശാരീരികമായ പ്രത്യക്ഷതയിൽ പൗലോസിനുണ്ടായതായ ക്ഷീണം. അപ്പോസ്തല പ്രവൃത്തി 9:9 ഗലാത്യ ലേഖനം 6:11 കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വായിക്കുവാൻ കണ്ണിനുണ്ടായതായ ബുദ്ധിമുട്ട്, കഴപ്പ്. ഇനി ചില ആളുകൾ പറയുന്നു മലേറിയ പോലുള്ള പഴക്കം ചെന്ന രോഗം, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഭാഗത്ത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു, അങ്ങനെയുള്ള രോഗത്തിന്റെ ബുദ്ധിമുട്ട്. ചില പറയുന്നു പുറത്ത് ശരീരത്തിലുള്ള ബലഹീനത. ഇനി മറ്റു ചിലർ പറയുന്നു എപ്പിലെപ്സി. ജെറോം പറയുന്നു കൊടിയ വേദന, തലവേദന. 2 കൊരിന്ത്യർ 12:9 ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറയും ഇത്തരത്തിലുള്ള വേദനകളാണ്. ഇത്തരത്തിലുള്ള സമ്മിശ്രമായ ചിന്തകൾ പൗലൂസിന്റെ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർ പറയുന്നു. എന്തായാലും സഹിക്കാൻ വയ്യാത്ത വേദന പൗലൂസിന് ഉണ്ടായിരുന്നുവെന്നും അലയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുവെന്നും ദൈവം എന്റെ കൃപ നിനക്ക് മതി എന്നും എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്നും പൗലൂസിനെ ബോധ്യപ്പെടുത്തി എന്ന് നാം ഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ രോഗങ്ങളും സുഖം കിട്ടണമെന്നില്ല, പക്ഷെ അതിലുപരി ദൈവത്തിന്റെ കൃപയാൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് ഈ വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒടുവിലായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. അതിലും അല്പം ആ പശ്ചാത്തലത്തെക്കുറിച്ച് നാം വ്യാഖ്യാനിച്ച് ഗ്രഹിച്ചാൽ മാത്രമേ വസ്തുത എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആട്ടുവാതിൽക്കൽ കൂടി ബെഥെസ്ദ കുളത്തിൽ 38 വർഷമായി ഈ തളർവാദ രോഗം ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ കിടന്നു. ആട്ടുവാതിൽ കൂടെ യേശുക്രിസ്തു പ്രവേശിച്ചു. അവിടെ ആ മനുഷ്യനെ കാണാനായി സാധിച്ചു. കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയ കൂട്ടം. കുളത്തിലെ വെള്ളം ദൂതൻ കലക്കുമ്പോൾ ആദ്യം ഇറങ്ങിപ്പോകുന്ന ആൾക്ക് സുഖം കിട്ടും. യേശു ഈ രോഗിയെ പെന്തക്കോസ്ത് സംബന്ധിച്ചുള്ള ഒരു ശബത്തിൽ സൗഖ്യപ്പെടുത്തി എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ശബത്തിനെ നടപ്പിലാക്കിയവൻ അത് തിരുത്തുവാനും അതിന്മേൽ അധികാരമെടുക്കുവാനും അവകാശമുണ്ട് എന്ന് നാം അറിയുന്നു. സൗഖ്യം പ്രാപിച്ച ശേഷം അവനെ ആലയത്തിലേക്ക് വെച്ച് കണ്ടപ്പോൾ 5-ാം അധ്യായം 14-ാം വാക്യം, അധികം തിന്മയായത് ഭവിപ്പാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. യോഹന്നാൻ 9-ാം അധ്യായത്തിലെ ഒരു രോഗിയെ കുറിച്ച്, കുരുടനെ കുറിച്ച് നാം വായിക്കുന്നു. അവന്റെ രോഗത്തിന് കാരണം അമ്മയപ്പന്മാരുടെ പാപമാണോ മറ്റെന്തെങ്കിലും ആണോ, ഈ വ്യക്തിയുടെ പാപമാണോ എന്ന് അന്വേഷിക്കുന്നവരടുത്ത് യേശു പറയുന്നു ഇവനോ അവന്റെ മാതാപിതാക്കളോ ആരും പാപം ചെയ്തതല്ല. അപ്പൊ എല്ലാ രോഗങ്ങളും പാപത്തിന്റെ ഫലമാണെന്ന് ചിന്തിക്കുന്നത് തെറ്റായ ഒന്നാണ്. 5-ാം അധ്യായത്തിൽ പറയുന്ന കുളവും ബെഥെസ്ദ എന്ന പേരും തമ്മിൽ ചില സംശയങ്ങളുണ്ട്. യഥാർത്ഥ നാമം ദ ഷീപ്പ് ഗേറ്റ് എന്നല്ല, അജക്കുളം എന്നാണ്, ഷീപ്പ് പോണ്ട്. ഹെരോദാസ് ഈ കുളം പുനരുദ്ധരിച്ചു. എബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് കൈയെഴുത്ത് പ്രതികളിൽ പ്രതിപാദിക്കുന്നു. അത് യെരുശലേം നഗരത്തിലും അല്ല. എന്നാൽ ബെത്സദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ്. വേദപുസ്തക പണ്ഡിതന്മാര് പറയുന്നത് ഈ കുളം ആലയവുമായി വേർതിരിക്കപ്പെട്ട ഒരു കുളം എന്നാണ്. വേറൊരു വ്യാഖ്യാനം ബെഥെസ്ദ എന്ന് പറഞ്ഞാൽ, ബെത്ത് എന്ന് പറഞ്ഞാൽ ഭവനം, ഹെസദ് എന്ന് പറഞ്ഞാൽ കാരുണ്യം, കാരുണ്യത്തിന്റെ ഭവനമെന്നും പറയുന്നുണ്ട്.
ബെത്ത് എന്നും യെസത്ത് എന്നും പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫ്ലോയിങ്, നീരുറവയുടെ ഭവനമെന്നും പറയുന്നു. ചാവുകടൽ തീരത്ത് നിന്ന് വാടി ഖുംറാൻ രേഖയിൽ അതിന്റെ 3-ാമത്തെ ഗുഹയിൽ നിന്നെടുത്ത ചെമ്പ് ചുരുളിൽ നിന്ന് ആണ് ഈ വ്യാഖ്യാനം ലഭിച്ചിരിക്കുന്നത്. ഈ ഇളകി വരുന്ന ജലം ഔഷധം നിറഞ്ഞതാണെന്നും അതിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നവരും ഉണ്ട്. ശാരീരിക സംബന്ധമായ, പ്രത്യേക ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വിടുതൽ ലഭിക്കാനായി ഈ തരത്തിലുള്ള ജലം ഉപകരിക്കും എന്നും പറയുന്നു. മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഈ കുളത്തിന് രോഗശാന്തി ഉള്ളത് അവരുടെ ദേവനായ അസ്ക്ലേപ്പിയൂസിന്റെ രോഗശാന്തി ഭവനമെന്നാണ്. ഈ അസ്ക്ലേപ്പിയൂസിനെ രോഗശാന്തിയുടെ ദേവനായിട്ടാണ് യഹൂദന്മാരല്ലാത്ത ആളുകൾ, വിജാതീയർ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കുളം വിജാതിയുടെ കുളമാണെന്നും പറയുന്നു. ഹേരോദാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുനരുദ്ധരിച്ചു. രോഗം വന്നപ്പോൾ ഈ രോഗി 38 വർഷം ആയി സൗഖ്യം കാത്തു കിടന്ന ഈ രോഗി യഹൂദ ഭക്തനായിരുന്നു എന്നും ആ ഭക്തി വിട്ട് രോഗശാന്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടെ പോയി എന്നും പറയുന്നവരുണ്ട്. അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു കുളം കണ്ടെടുത്തിട്ടുണ്ട്. യെരുശലേമിൽ വിശുദ്ധ അന്നയുടെ ദേവാലയത്തിനരികെ 165 മുതൽ 220 അടി വീതിയുള്ള, 315 അടി വീതിയുള്ള, മധ്യത്തിൽ വേർതിരിച്ച ഒരു കുളമുള്ള ഇരട്ടക്കുളം. വടക്ക് ഭാഗം ചെറുതും തെക്ക് ഭാഗം വലുതും 7-8 മീറ്റർ ആഴം ഉള്ള താഴ്ചയുള്ള ജലവും മഴ പെയ്താൽ ധാരാളം വെള്ളം അതിനകത്ത് നിറയ്ക്കാനുള്ള സംവിധാനങ്ങളുമുള്ള ഒരു കുളം. അതിന്റെ മധ്യത്തിൽ 5 മണ്ഡപമുണ്ട്. അതിൽ ഇറങ്ങിപ്പോകാനായിട്ട് കോണിപ്പടികൾ, സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരുന്നു എന്നും നാം അറിയുന്നു. അതായിരിക്കുമോ ഈ കുളം? ഞാൻ ഇതെല്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം, വെള്ളമിളക്കുന്ന ദൈവദൂതൻ അവിടെ ഉണ്ടായിരുന്നാലും, അതുപോലെ എത്രമാത്രം സിദ്ധി അവിടെ ഉണ്ടായിരുന്നാലും, ദൈവദൂതന് ചെയ്യാൻ പറ്റാത്തതായിരുന്നാലും, സൗഖ്യം തരുന്ന ജലത്തിന് അവനെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയാത്തതായിരുന്നാലും, ഒരു ശക്തിക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്നതായാലും, ദൈവത്തിന് ഒരു പ്രത്യേകമായ ശക്തിയും കഴിവുമുണ്ട്. ദൈവം സകലത്തിനും ബിയോണ്ടാണ്, മനസ്സലിവുള്ളവനാണ് എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അസ്ക്ലേപ്പിയൂസ് എന്ന രോഗശാന്തിയുടെ ദേവന് കഴിയാത്തത്, ആർക്കും കഴിയാത്ത കാരുണ്യം യേശുവിന് ഈ വ്യക്തിയിൽ ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്നു. യുസ്തൂസ് ഔസേഫ് നമ്മുടെ പാഠപുസ്തകത്തിന്റെ, മധ്യകാലത്തിലെ പാഠപുസ്തകത്തിന്റെ 25-ാമത്തെ ഗീതത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കും കാതുള്ളോനെന്ന്. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന് ആരംഭിക്കുന്ന ആ പാട്ടിലാണ് ഈ ഈരടികൾ ചേർത്തിരിക്കുന്നത്. കുളത്തിനോ പ്രസ്ഥാനത്തിനോ ദേവന്മാർക്കോ മറ്റു മനുഷ്യർക്കോ ഒരു ശക്തിക്കോ അനുഗ്രഹിക്കാൻ, സൗഖ്യപ്പെടുത്തുവാൻ, കരുണ കാണിക്കുവാൻ കഴിയാത്തതിന് ദൈവത്തിന് കരുണ കാണിപ്പാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുന്നു. എല്ലാവരെയും എന്തെങ്കിലും സിദ്ധികളോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സിദ്ധിയെ മനസ്സിലാക്കുകയും അതിനെ വളർത്തുകയും അതിനെ ചേർത്തണക്കുകയും ചെയ്യുകയാണ് സഭയുടെ ലക്ഷ്യം. യേശു നമ്മളെ പഠിപ്പിക്കുന്നത് ആരും തൊടാത്തതിനെ തൊടുകയും, ആരും ആദരിക്കാത്തതിനെ ആദരിക്കുകയും, ആരും സ്നേഹിക്കാത്തതിനെ സ്നേഹിക്കുകയും, ആരും ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടുകയും, ശാപങ്ങളാണെന്ന് പറയുന്നതിനെ ശാപമുക്തി കൊടുത്ത് ആസ്വദിക്കുകയും ചെയ്യുന്ന
കർത്താവ് ഇത്തരത്തിലുള്ള ബലഹീനരെ സ്നേഹിക്കുവാനും അവർക്കായി നിലകൊള്ളുവാനും നമ്മെ പഠിപ്പിക്കുന്നു. ആ ലക്ഷ്യത്തിൽ നിന്ന് നാം പിന്നോട്ട് പോകുവാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ള ആ ഒരു ബോധനത്തോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ലോകത്തിലെ നദികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ദേവന്മാർക്കും ശക്തികൾക്കും ചെയ്യാൻ പറ്റാത്തത് ഞങ്ങളുടെ ദൈവത്തിന് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ, അങ്ങയുടെ ശുശ്രൂഷയെ നോക്കുമ്പോൾ അങ്ങ് ബലഹീനരുടെ പക്ഷത്താണ്. പലപ്പോഴും ഞങ്ങൾ ബലമുള്ളവരെ പക്ഷത്ത് ചേർന്ന് നിൽക്കാനായി ശ്രമിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കണ്ണ് ഞങ്ങൾക്ക് തരയണമേ. ഇങ്ങനെയുള്ളവരെ കാണുവാൻ അവിടുത്തെ മനസ്സ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഇത്തരത്തിലുള്ള വ്യക്തികളെ സ്നേഹത്തോട് ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. ഞങ്ങളെ ഉദ്യമങ്ങൾ വിജയിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തെ നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും നമ്മെ എല്ലാവരെയും സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ച് വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായും സുരക്ഷിതമായും ഇരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാമാരിയുടെ അപകടകരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും പുറത്തുപോയി മറ്റുള്ളവരുമായി ഇടപെട്ടുകൊണ്ട് ജോലി ചെയ്യേണ്ടുന്ന ആവശ്യകത ഉള്ളവരും നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ സുരക്ഷയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും ഏകാന്തത്തിലായിരിക്കുന്നവരെയും രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗ്രേസ് ആൻറ്റി, നിമു ആൻറ്റി, വി ചേച്ചി, രാജമ്മ ആൻറ്റി എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയിലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. സൺഡേ സ്കൂളിനെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബിൽഡിംഗ് പ്രോജക്റ്റ് വളരെ വേഗതയിലും ഭംഗിയായി മുൻപോട്ട് പോകുന്നതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷകനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷകനെ കുടുംബമായി കാത്തു പരിപാലിക്കേണ്ടതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആരാധനയുടെ ക്രമീകരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഓരോ ആവശ്യകതയും മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥന ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ.
സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. General Thanksgiving. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all, for thine inestimable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be unfeignedly thankful, and that we show forth thy grace, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness all our days, through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. Glory be to God. Greetings to one and all in the precious name of our Lord and Savior, Jesus Christ. Today I wish to encourage you all to pray for our beloved brothers and sisters. Some of them are sick and are not keeping well. Request you to earnestly and deeply pray for them, for their recovery and upkeep. Some of them are facing challenges in their career, their jobs, due to the COVID situation. They have taken pay cuts. Please bear them in your prayers, especially our elders, our children, youth, and our congregation as a whole. Please pray for our project as well. Yes, we are facing some financial crunches. Help us to overcome those issues. Thank you once again. Thanks for your prayerful support. Thank you, Achin, Rijo, for putting all this thing together. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും സഭയിലെ എല്ലാ കുടുംബങ്ങളോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. Yeah.